സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന സുവിശേഷം തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അവൻ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ വചനത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ ആ ഒരു വാക്ക്, നമ്മുടെ വചനത്തിലൂടെ എന്ന ഒരു വാക്ക് എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു. നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ഇടപെടലാണ്, നമ്മുടെ സാന്നിധ്യമാണ്. നാം എന്തെല്ലാമാണോ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ അവനെ വിശ്വസിപ്പിക്കുവാൻ, അവനിൽ വിശ്വസിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഈ ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. ഈശോയെ, എന്നെ സഹായിക്കണമേ. ധാരാളം കാര്യങ്ങൾ എന്നിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ നടക്കാനുണ്ട്. എപ്പോഴും എന്നെ വാച്ച് ചെയ്യുന്ന അനേകർ എൻ്റെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കൃപയാൽ എല്ലായ്പ്പോഴും നല്ലത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ, അനുവദിക്കണമേ. ഇങ്ങനെയൊരു പ്രാർത്ഥന നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.